നമസ്കാരം. കള്ളന്റെ കുരിശെന്ന കാനത്തിന്റെ കടുത്ത നിലപാടല്ല സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പറഞ്ഞവർ തന്നെ ഗൂഢാലോചന തെളിയിക്കട്ടെ എന്ന് പിണറായിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ചന്ദ്രശേഖരന്റെ നിലപാടുമല്ല. മൂന്നാറിനെ മുന്നോട്ട് നയിക്കുന്നതിന് ഗുണകരമാകുന്ന ആലോചനകൾക്കുള്ള അവസരമൊരുക്കുകയാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന്. 7-ാം തീയതിയാണ് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം. എന്തൊക്കെയാണ് മൂന്നാറിൻ്റെ മുന്നിലെ വെല്ലുവിളികൾ? എന്തൊക്കെയാണ് മൂന്നാറിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന പോംവഴികൾ? സർവകക്ഷി യോഗം സകല കയ്യേറ്റങ്ങളോടും സമരസപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? മണിയുടെ കെണിയിൽ വീഴാതെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെ? പരസ്പരം പോരടിക്കുന്നതിന് പകരം ഫലപ്രദമായി എന്തു ചെയ്യാം എന്നാലോചിക്കാനുള്ള 1 മണിക്കൂർ. അതാണ് ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം. CPI എന്തൊക്കെ പറഞ്ഞാലും കയ്യേറ്റമൊഴിപ്പിക്കലെല്ലാം കൈയൊഴിയപ്പെട്ട മട്ടിലാണ് മൂന്നാറിലെ കാര്യങ്ങൾ. കുരിശു തൊട്ടത് കുരിശ എന്നതാണ് മലമുകളിൽ നിന്ന് സർക്കാരിനുള്ള വെളിപാട്. വൻകിട കയ്യേറ്റമൊഴിപ്പിക്കുന്നതിനുള്ള പൊതുധാരണ ഉരുത്തിരിയാനാണ് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. കൂട്ടമണി അടിച്ചുള്ള ഈ കൂടിച്ചേരൽ പരിഭ്രമം കൊണ്ടല്ലെന്ന് തെളിയിക്കേണ്ട കടമ സർക്കാരിനാണ്. അതിന് കുരിശിൽ ആരോഹിക്കപ്പെട്ട കയ്യേറ്റമൊഴിപ്പിക്കൽ കുരിശിൽ നിന്ന് തന്നെ ഉയിർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. കൂട്ടായ ചർച്ചകൾ കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ കാലുവാരാനോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. പരാതിക്കാരനില്ലാതിരുന്നിട്ടും സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ആർക്കു വേണ്ടി? 2. സർവകക്ഷി യോഗം ശിക്ഷിക്കാൻ പോകുന്നത് നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെയോ? 3. കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് കിട്ടിയിട്ട് വേണോ മൂന്നാറിനെ മുടിപ്പിച്ചവരുടെ മുഖം കണ്ടെത്താൻ? 4. 10 സെന്റുകാരെ തൊടാൻ പാടില്ലെന്ന നിലപാട് പുത്തൻ കയ്യേറ്റക്കാർക്ക് പാതയൊരുക്കാനോ? 5. കയ്യേറ്റക്കാരെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ മുടന്തിയതെന്തിന്? 6. പട്ടയ വിതരണം നടത്തുമെന്ന പ്രഖ്യാപനത്തിന്റെ മറവിൽ കള്ളപ്പട്ടയങ്ങൾക്കും കൈത്താങ്ങ് കിട്ടുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. സത്യം കണ്ടെത്താനോ സർവകക്ഷി യോഗമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ, പരസ്യപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C. മാത്യു എന്നിവർ. BJP നേതാവ് അൽഫോൺസ് കണ്ണന്താനം ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് പോകും മുൻപ് 1.25 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.